പൊട്ട ഒന്നും അറിയില്ലെങ്കിൽ സ്വർണം വാങ്ങാൻ പോകരുത്. അമ്മേ എനിക്ക് ശമ്പളം കിട്ടി, നമുക്ക് ഞാൻ ഒരു സ്വർണ്ണമാല വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സ്വർണ്ണ പിന്നല്ല കൊണ്ടൊന്നല്ലോ അല്ലേ? ഓ നോക്കിയത് സ്വർണ്ണം. ആ ഇത് നല്ല രസമുണ്ടല്ലോ. ഇത് ഒറിജിനൽ ആണോ? ഒറിജിനൽ ആണോന്നാ, ഞാൻ ജോലി കിട്ടി ആദ്യത്തെ ശമ്പളത്തിൽ ഒരു സ്വർണ്ണം വാങ്ങിച്ചപ്പോ പ്യൂർ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ മാല. നല്ല മാല, നല്ല രസമുണ്ട് ഇല്ലേ? എപ്പോഴും പണയം വെക്കാൻ തരണം. ഇനി അമ്മക്ക് ഇത് ഒറിജിനൽ സ്വർണ്ണമാണ് സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു HUID നമ്പർ ഉണ്ട്, നോക്ക്. ഇതിലെന്താ 750 എഴുതിക്കണ? ഇതെന്താ സംഭവം? എന്നെ പൊന്നമ്മച്ചി, എന്താണ് ഈ സ്വർണ്ണം ഇത്ര പുതിയ മാല വാങ്ങി തന്നിട്ട് അതിനെ കുറിച്ച് ചോദിക്കാണ്ട് ഈ ഇതിൽ എഴുതുന്ന നമ്പറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? എന്തായാലും വാങ്ങുമല്ലേ, ഇപ്പൊ അതിനെ കുറിച്ച് അറിയണ്ടേ. ഇതിന്റെ ബില്ല് എന്തിയേ? ബില്ലും കാണണോ? പിന്നെ നിങ്ങളൊരു ബില്ലാകണോ? ഇതാ ബില്ല്. ബില്ലില് 22 ക്യാരറ്റ് എന്നാണല്ലോ എഴുതിയിരിക്കണത്. ഇതില് 750 എന്ന്. അപ്പൊ ഇതില് 75% സ്വർണവും 25% മെറ്റലാ ഉള്ളത്. ഇത് 22 ക്യാരറ്റ് ഒന്നല്ല, ഇത് 18 ക്യാരറ്റ് ആണ്. 18 ക്യാരറ്റാ? അതെ. എടാ പൊട്ട, ഒന്നും അറിയില്ലെങ്കിൽ സ്വർണം വാങ്ങാൻ പോകരുത്. 916 ആണെങ്കിൽ അത് 22 ക്യാരറ്റ്, 999 ആണെങ്കിൽ അത് 24 ക്യാരറ്റ്. ഇതിൽ എത്ര എഴുതിയിരിക്കണം നോക്കി പറയടാ. 750. അപ്പൊ അത് 18 ക്യാരറ്റ്. 30 മേടിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. വാങ്ങുമ്പോ മര്യാദക്ക് മേടിക്കണം. ഒരു തേങ്ങ അറിയില്ല. കൊണ്ടുപോ. എന്നിട്ട് നീ ഗോൾഡ് കമ്പനിക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തോ? പിന്നെ നീ എന്ത് തേങ്ങയാണ് ചെയ്തത്? എന്നാ കൊണ്ടുപോ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു റീൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. Bosswala. Be the boss.